Hello everyone, Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ചെറിയ പെരുന്നാളുടെ ചെറിയൊരു വ്ളോഗാണ്. ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് മാത്രം എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. വ്ളോഗൊന്നും എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ വിചാരിച്ചു കാക്കും വാപ്പയൊക്കെ നാട്ടിലുള്ളപ്പോഴുള്ള പെരുന്നാളാണ്. ഒരൊപ്പം പെരുന്നാൾ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു 3-5 വർഷമായിക്കോളും. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ഒരുണ്ട് നാട്ടിൽ, പിന്നെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുള്ള ഒരു പെരുന്നാളാണ്. സോ വ്ളോഗ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇമ്മ അടുക്കളയിലാണ്. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ തിരക്കിലാണ് ഇമ്മ. ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ്. ഇമ്മാൻ്റെ ഓരോരോ സ്റ്റൈലുകളാണ് ഇതൊക്കെ. വാപ്പയും കാക്കും ഒക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന സീന് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പോണത് എനിക്ക് കിട്ടിയില്ല. കാക്കു പോണത് എനിക്ക് കിട്ടി, പക്ഷെ വാപ്പ പോണത് കിട്ടിയില്ല. കാരണം വാപ്പ നേരത്തെ തന്നെ പോയിക്കണു. അപ്പോൾ ഇനി പക്ഷാപാതം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ രണ്ടാളും പോണതെടുത്തില്ല. പിന്നെ പെരുന്നാളാകുമ്പോൾ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഞാൻ എല്ലാ പെരുന്നാളിലും മൈലാഞ്ചി ഇടലിന് ഷോർട്സൊക്കെ അപ്ലോഡ് ആക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഇപ്രാവശ്യം മൈലാഞ്ചി ഇട്ടിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കുവിൻ്റെ കല്യാണം വരെയല്ലേ, അപ്പോൾ ഇനി അപ്പം മൈലാഞ്ചി ഇടുമ്പോൾ ഇപ്പോൾ ഇട്ട മൈലാഞ്ചിൻ്റെ സ്റ്റെയിൻ ഉണ്ടാകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണത്. പിന്നെ മൈലാഞ്ചി ഇടലിൽ അത്ര ക്രേസുള്ള ആളൊന്നുമല്ല ഞാൻ ഭയങ്കര റെയറായിട്ടേ മൈലാഞ്ചിയൊക്കെ ഇടാറുള്ളൂ. ചില കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇടും, പക്ഷേ ഇടാതിരിക്കണതാണ് ഞാൻ ഒന്നുകൂടി പ്രിഫർ ചെയ്യുക എന്ന് മാത്രം. ഇതിപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടാ തോന്നിയാൽ മായ്ച്ച് കളയാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഇത് പക്ഷേ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ 2-3 കുറേ ദിവസത്തിന് അത് കയ്യിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല, അത് ഇഷ്ടമല്ല. പിന്നെ സുഹൈൽക്കും എൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരില്ല. അതുകൊണ്ട് സ്കിൻ കെയർ അതിൻ്റെയൊക്കെ ഭയങ്കര അഗ്രതലത്തിലെത്തിക്കണു. ഞാനിടയ്ക്ക് ഇത്ര സ്കിൻ കെയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഡൗട്ടാണ്. അത്രക്കും കെയർ ചെയ്യുന്നുണ്ട്. സൺസ്ക്രീന് തേക്കെന്ന് പറഞ്ഞിട്ട് തേക്കാതെ നടന്നിരുന്ന ആളാണ് ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് തേക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി. അപ്പത്തിനും ഫുഡൊക്കെ റെഡിയായി. നല്ല ചിക്കൻ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സേമിയ പായസമൊക്കെ മാടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പ പള്ളിയിലോട്ട് പോയി. ഇപ്രാവശ്യം വെള്ളിയാഴ്ച ആയിരുന്നല്ലോ പെരുന്നാൾ. അപ്പോൾ ഒരു ജുമാക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ബിരിയാണിയും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഗേൾസ് പൊതുവെ പെരുന്നാളിന് കുളിച്ച് മാറ്റിയിട്ടൊക്കെ നല്ല ഡ്രസ്സാണ് ഇടാറ്. മീൻസ് നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇടാറുള്ളത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. കുളിച്ച് മാറ്റി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കണ പുതിയ ഡ്രസ്സ് ഇടും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ട് എന്നിട്ടാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇടുക. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് 2 ഡ്രസ്സ് വേണം പെരുന്നാളിന്. വീട്ടിലിടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സും, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഡ്രസ്സ് ഇടാൻ വേറൊരു ഡ്രസ്സും. അങ്ങനെ 2 ഡ്രസ്സ് നമുക്ക് പെരുന്നാളിന് വേണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അതൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. പെരുന്നാളിന് നമ്മൾ ഫുഡ് നമ്മുടെ മെയിൻ സാധനം കഴിക്കണമല്ലോ. നല്ല ചിക്കൻ ദം ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തൈര്, വെളുത്തുള്ളി അച്ചാറിൻ്റെ ഫാൻസാണ് ഞാനും സുംതാത്തയൊക്കെ. ഇപ്പോൾ ഒരു ഡബ്ബ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാനും സുംതാത്തയെ തീർക്കും. മാങ്ങ നാരങ്ങയൊന്നും അത്ര പെട്ടെന്ന് കഴിയൂല, പക്ഷെ വെളുത്തുള്ളി അച്ചാർ കൊണ്ടുവന്ന് അത് കഴിഞ്ഞതേ കണക്കുള്ളൂ. അതുകൂടാതെ മധുരത്തിനായിട്ട് നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാക്കും വാപ്പയും 4-5 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പെരുന്നാൾ കൂടുന്നത്. അത് ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സുമിത്താത്ത എവിടെയെന്ന്. സുമിത്താത്ത പെരുന്നാൾ കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കായിരുന്നു. ഓളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് സ്വത്തും സുമിത്താത്തയൊക്കെ പോയിക്കായിരുന്നു. ഓളുടെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കലോട്ട് കടന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കണോട്ട് പറയല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കണ എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റാണ്. നല്ല കൈപുണ്യമുള്ള വ്യക്തിയാണ് എൻ്റെ മമ്മി. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇമ്മിയും വാപ്പിയും നേരെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത്രയും ദിവസം നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പെരുന്നാളിന് അങ്ങോട്ട് കല്യാണം വിളിക്കൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഞാൻ വീട്ടിലൊറ്റക്കാണ്. കാക്കു സിനിമക്ക് പോയി. അപ്പോൾ ഇമ്മിയും വാപ്പിയും കല്യാണം വിളിക്കാൻ പോയി. ഞാൻ വിചാരിച്ചു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് കറങ്ങുകയും തിരികുകയും കുറച്ച് ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാം. ഒന്ന് ഒരുക്കി മാറ്റി ഒന്ന് സുന്ദരിയാവാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. ഇത് നല്ല ഒരു അനാർക്കലി ടൈപ്പാണ്. ഇതിൻ്റെ കളറും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ ഹാൻഡ് വർക്കും കയ്യിലും ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് വരുന്ന നല്ലൊരു ഔട്ട്ഫിറ്റാണ്. ഇത് നമ്മുടെ പേജിൽ തന്നെയാണ് കേട്ടോ. S3 Wears എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിൽ തന്നെയാണ്. ഇതിൻ്റെ തന്നെ വേറെ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേജ് മെൻഷൻ ചെയ്യാം. നിങ്ങളൊന്ന് പേജിൽ കയറി DM ചെയ്താൽ മതി ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയാൽ ഒരു ഹാപ്പിനെസ് ഒന്നുകൂടി കൂടുമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ വന്നപ്പോൾ ജനലിൻ്റെ കൂടെ നല്ല വെളിച്ചം വരുന്നു, മീൻസ് സൂര്യപ്രകാശം ഇങ്ങനെ വരും. അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാനൊരു 10, 100, 150 ഫോട്ടോസും വീഡിയോസും എടുത്തു കൂട്ടിക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞ് കൊടുക്കാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളെന്ന് കാട്ടുന്ന വരെ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുത്തു കൂട്ടിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ പെരുന്നാളിന് ഫാമിലി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പിന്നെ അമ്മയും വാപ്പയും കല്യാണം പറയാൻ വേണ്ടിയിട്ട് പോയി, കാക്കു സിനിമക്ക് പോയി, സുമിതാത്താണെങ്കിൽ വീട്ടിലില്ല, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പിന്നെ ആ പ്ലാനായിട്ട് പൊളിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി കല്യാണത്തിന് ആ വിഷമം അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഒട്ടുമിക്ക ഗേൾസും ഇന്നെ പോലെ തന്നെ ആയിരിക്കും, ജസ്റ്റ് ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടിയിട്ടായിരിക്കും റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.